രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അതിൻ്റെ ഫലവും വന്നു. എന്നാൽ ശരിക്കും ആരാണ് വിജയിച്ചത് അല്ലെങ്കിൽ ആരാണ് പരാജയപ്പെട്ടത് എന്നുള്ള ഒരു വിശകലനവും ഒരു അന്ത്യചർച്ചകളിലും സാധാരണ ജനങ്ങൾക്ക് കേൾക്കാൻ ഇടവന്നില്ല. അതൊട്ട് കേൾക്കുകയുമില്ല. കാരണം ഈ ലോകത്ത് അങ്ങനെയാണ്. ഇന്ത്യയിൽ ശരിക്കും ആരൊക്കെ തമ്മിലായിരുന്നു മത്സരം? ദൈവത്തെ മുൻനിർത്തി ഞങ്ങളാണ് സർവസ്വവും, ഞങ്ങളുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൂട്ടിയ ഒരു മുന്നണിയും മഹാഭൂരിപക്ഷം വരുന്ന ദരിദ്രനാരായണന്മാരുടെ മുന്നണിയും തമ്മിലായിരുന്നില്ലേ മത്സരം? അപ്പോൾ ദരിദ്രനാരായണന്മാർ നിലനിൽക്കുന്നിടത്ത് ദൈവത്തിന് അല്ലെങ്കിൽ ദൈവ പ്രതിഭയ്ക്ക് ഒരു ശക്തിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ശരിക്കും ഇവിടെ വിജയിച്ചത് ദരിദ്രനാരായണന്മാരുടെ വിശപ്പിൻ്റെ ശക്തിയാണ്. വിശപ്പുള്ളിടത്ത് ദൈവം നിലനിൽക്കില്ല. അങ്ങനെയാണല്ലോ നമ്മൾ ഇതിക്ക് മുമ്പേ കണ്ടിട്ടുള്ളത്. ദൈവശക്തി അത് മനുഷ്യശക്തിയാണ്. വിശപ്പ് മാറുമ്പോഴാണ് ദൈവശക്തിക്ക് ഊർജം പകരുക.